കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊരാളുടെ അഭിപ്രായം അറിയണം. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചില കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാൻ. അതുകൊണ്ട് ആദ്യം ഈ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. ഇയാൾക്ക് എന്താ പ്രത്യേകത? എന്തിനാണ് ഹെലികോപ്റ്റർ? ഇതിന് മുമ്പും ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. 80 ലക്ഷം രൂപ നിങ്ങൾ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ എടുത്ത് പോയിട്ടുണ്ട്. എന്ത് മെച്ചം കിട്ടി കേരളത്തിന്? എന്ത് നേട്ടം കിട്ടി കേരളത്തിന്? ഇത് പണ്ടാരോ പറയലുണ്ട്, ഇത് പിന്നെ ആരാന്റെ പണം വായി കോരി ചെലവഴിക്കുമ്പോ അവന് ദുഃഖിക്കേണ്ട കാര്യമില്ല. പണം ആരതാണോ അവരെ ദുഃഖിക്കേണ്ട കാര്യമുള്ളൂ. ഇത് യുവാക്ക ഉദ്യോഗത്തിന് ഒരു ബന്ധമില്ലാതെ നമ്മൾ പൊതുഖജനാവ് ദൂർത്തടിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാടിന് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ നടത്തിയ എറണാകുളം യാത്ര വിവാദമായി. വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഈ യാത്രയ്ക്കെതിരെ ഉയർന്നത്. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ലാത്ത അഭിപ്രായങ്ങളായിരുന്നു ഉയർന്നു വന്നത്. അക്കൂട്ടത്തിലുള്ള ഒരു അഭിപ്രായമാണ് നമ്മൾ ഇപ്പോൾ കണ്ട കെ സുധാകരൻ്റേത് എന്ന് നമ്മൾ കരുതിയാൽ തെറ്റി. അത് സുധാകരൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ല. വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷം ഭരണത്തിലിരുന്ന സമയത്ത് ഭരണകൂടം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ അഭിപ്രായം കാണുന്ന പലർക്കും ഇത് സുധാകരൻ ഇന്നത്തെ മുഖ്യമന്ത്രി സതീശനെക്കുറിച്ച് പറഞ്ഞതാണോ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അല്ല, എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? കേരളം മഴക്കെടുതിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, താഴെ സാധാരണക്കാരൻ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ആകാശത്തൊരു VIP യാത്ര നടക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വെറും യാത്രയായിരുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ യാത്രയായിരുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. അന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ വിമർശിച്ച കെ സുധാകരൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്. സംഭവം പിണറായി വിജയൻ സഞ്ചരിക്കുമ്പോൾ ധൂർത്തും സതീശൻ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ധൂർത്ത് അല്ലാതെയുമാകുന്നത് എന്ന ചിന്തയിലാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതിനെയല്ല കേരളത്തിലെ ജനങ്ങൾ വിമർശിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്ററിൽ തന്നെയാണ് യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ പിണറായി സർക്കാർ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ കുത്തിയിരുന്ന് കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്ത വി ഡി സതീശനും സതീശൻ്റെ പാർട്ടിക്കാരും ചേർന്ന് ഇപ്പോൾ അതേ ഹെലികോപ്റ്ററിനെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പരിഹാസ്യമാക്കുന്നത്. മാത്രമല്ല, ആ പറന്ന സാഹചര്യം അതുകൂടി കേരളത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഹെലികോപ്റ്ററിൻ്റെ പറക്കലുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകനായ ജേക്കബ് കെ ഫിലിപ്പ് ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ 28 വെള്ളിയാഴ്ച ബംഗളൂരുവിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ ചാലക്കുടിയിലെ ചിപ്സൺ ഏവിയേഷൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്നു. അവിടെ നിന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശന് വേണ്ടിയുള്ള ആകാശയാത്രകൾ തുടങ്ങുന്നത്. വെള്ളിയാഴ്ച രാവിലെ കൃത്യം 8:13 ആ ഹെലികോപ്റ്റർ ചാലക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നുയർന്നു. 55 മിനിറ്റുകൾക്ക് ശേഷം രാവിലെ 9:08 അത് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. അവിടുന്ന് തുടങ്ങുകയാണ് സതീശൻ്റെ യാത്ര. രാവിലെ 9:27 തിരുവനന്തപുരത്ത് നിന്നും മുഖ്യമന്ത്രിയെയും വഹിച്ച് ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് കുതിച്ചു. എന്നാൽ പ്രകൃതി ആ യാത്രയ്ക്ക് അനുകൂലമായിരുന്നില്ല. മോശം കാലാവസ്ഥയും മഴയും കാരണം കൊച്ചിയിൽ ഇറക്കാൻ കഴിയാതെ തടിയൂരിന് മുകളിൽ വെച്ച് ആ ഹെലികോപ്റ്റർ വട്ടം കറങ്ങി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ 10:57 അത് തിരികെ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങി. എന്നാൽ മുഖ്യമന്ത്രി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാലാവസ്ഥ അല്പമൊന്ന് ശാന്തമായപ്പോൾ 11:35 വീണ്ടും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് രണ്ടാമത്തെ പറക്കൽ. ഉച്ചയ്ക്ക് 1:52 നെടുമ്പാശ്ശേരിയിൽ ലാൻഡിംഗ്. അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര നേരെ ആലുവ കാരോത്തുകൂടി ആശുപത്രിയിലേക്ക്. എന്തിനായിരുന്നു ഇത്രയും വലിയൊരു ആകാശ അഭ്യാസവും ധൃതിയും എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വിവാദം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താനോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കാനോ ആയിരുന്നില്ല ഈ യാത്ര. മറിച്ച് ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സ്വന്തം ഭാര്യ പിതാവ് വേലായുധൻ കുട്ടിയെ സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയത് എന്നാണ് ഉയരുന്ന ആരോപണം. ആശുപത്രിയിൽ 20 മിനിറ്റ് ചെലവഴിച്ച് ദേശത്തെ വീട്ടിലും കയറി അദ്ദേഹം മടങ്ങി. ഉച്ചയ്ക്ക് 2:20 നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരികെ ചാലക്കുടിയിലെ ബേസിലേക്ക് ഹെലികോപ്റ്റർ പറന്നതോടെ ആ ദിവസത്തെ VIP യാത്രയ്ക്ക് തിരശ്ശീല വീണു. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. 3-4 മണിക്കൂറിനുള്ളിൽ റോഡ് മാർഗം പോകാമായിരുന്ന, 1 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റിൽ പോകാമായിരുന്ന ഒരു യാത്രയ്ക്കാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെലികോപ്റ്റർ പറത്തിയത്. കാരണം ഡൽഹി ആസ്ഥാനമായുള്ള ചിപ്സൺ ഏവിയേഷനിൽ നിന്നും മാസം 80 ലക്ഷം രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. വെറ്റ് ലീസ് വ്യവസ്ഥയിലുള്ള ഈ കരാർ പ്രകാരം പ്രതിമാസം 25 മണിക്കൂർ മാത്രമേ പറക്കാൻ സാധിക്കൂ. 25 മണിക്കൂർ കഴിഞ്ഞാൽ ഓരോ അധിക മണിക്കൂറിനും 99,000 രൂപ വീതം നമ്മൾ, അതായത് ഈ നാട്ടിലെ സാധാരണക്കാരായ നികുതിദായകർ എണ്ണിക്കൊടുക്കണം.
വെള്ളിയാഴ്ചത്തെ മുഖ്യമന്ത്രിയുടെ ഈ ഒരൊറ്റ യാത്രയ്ക്ക് വേണ്ടി ഹെലികോപ്റ്റർ പറന്നത് കൃത്യം 4 മണിക്കൂറും 25 മിനിറ്റുമാണ്. അതായത് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള 25 മണിക്കൂറിൽ ഏകദേശം 1/5 ഭാഗം ഒരൊറ്റ ദിവസം കൊണ്ട്, അതും തികച്ചും വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി തീർത്തു. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് സ്വകാര്യമായി ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്താൽ പോലും പരമാവധി 10 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. എന്നാൽ ഇവിടെ സർക്കാരിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു വ്യക്തിഗത ആവശ്യത്തിനായി മണിക്കൂറുകളോളം ആകാശത്ത് കറക്കുകയായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ഒരു ഹെലികോപ്റ്റർ വെറുതെ കിടക്കുകയല്ലേ, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമുണ്ടാകും. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലായിരുന്നു എങ്കിൽ അത് ചോദ്യമുണ്ടാകുമായിരുന്നില്ല. മഴ സംസ്ഥാനത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊരു തെറ്റ് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടത്. കഴിഞ്ഞ 3 വർഷമായി കേരളം വാടകയ്ക്കെടുത്ത ഈ ഹെലികോപ്റ്ററിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് വി ഡി സതീശൻ്റെ ഈ യാത്ര എത്രത്തോളം വലിയ അനീതിയാണെന്ന് വ്യക്തമാകുന്നത്. 2023 മുതൽ ഈ ഹെലികോപ്റ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സംസ്ഥാന പോലീസാണ്. വനപ്രദേശങ്ങളിലെയും തീരദേശങ്ങളിലെയും പട്രോളിങ്ങിനും ദുരന്ത നിവാരണ ദൗത്യങ്ങൾക്കും 10ലേറെ തവണ ജീവൻ രക്ഷാ അവയവ കൈമാറ്റങ്ങൾക്കുമായി ആ ചിറകുകൾ പറന്നു. കോടികൾ വാടക നൽകി വടക്കേ ഇന്ത്യൻ മുഖ്യമന്ത്രിമാർ രാജാക്കന്മാരെ പോലെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പറക്കുമ്പോൾ കേരളത്തിൽ ഈ ഹെലികോപ്റ്റർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒരിക്കൽ പോലും ഇത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ജൂലൈ മാസത്തിൽ ഉപയോഗിക്കാൻ ബാക്കിയുണ്ടായിരുന്ന 25 മണിക്കൂർ കോട്ട തീർന്നിട്ടില്ല എന്ന ഒറ്റ കാരണത്താലാണ് വെള്ളിയാഴ്ചത്തെ ഈ VIP യാത്രയ്ക്ക് സർക്കാരിന്, കമ്പനിക്ക് അധിക ചെലവ് കൊടുക്കേണ്ടി വരാതിരുന്നത്. മാസം 25 മണിക്കൂർ കഴിഞ്ഞാൽ ഓരോ അധിക മണിക്കൂറിനും 90,000 രൂപ നൽകണമെന്നിരിക്കെ കഴിഞ്ഞ 3 വർഷമായി ഒരിക്കൽ പോലും മുൻ സർക്കാർ ആ പരിധി കടക്കുകയോ ദൂർത്തടിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് ജനങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന, കൃത്യമായ അച്ചടക്കം പാലിച്ചിരുന്ന ആ പറക്കൽ സമയമാണ് യാതൊരു ഉളുപ്പുമില്ലാതെ സ്വന്തം ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി മാത്രം വി ഡി സതീശൻ കത്തിച്ചു തീർത്തത്. സ്ഥിരം പറക്കാറുള്ള BBA ഹെലികോപ്റ്ററിലെ പൈലറ്റുമാർക്ക് സാങ്കേതിക പ്രശ്നം നേരിട്ടതുകൊണ്ട് ചിപ്സൺ ഏവിയേഷൻ താൽക്കാലികമായി നൽകിയ VT-RG-Q എന്ന പുതിയ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമുക്ക് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന തുകയുടെ കണക്കിലേക്ക് വരാം. ഈ യാത്രയ്ക്ക് സർക്കാരിൻ്റെ കാശെടുക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് വി ഡി സതീശൻ പണം നൽകുകയായിരുന്നെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളിയാഴ്ച ആകാശത്ത് ആ ഹെലികോപ്റ്റർ പറന്നത് കൃത്യം 4 മണിക്കൂറും 25 മിനിറ്റുമാണ്. അതായത് ഏകദേശം 4.5 മണിക്കൂർ. സർക്കാരിൻ്റെ കരാർ അനുസരിച്ച് മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുമ്പോൾ അനുവദിച്ച 25 മണിക്കൂർ വച്ച് ഡിവൈഡ് ചെയ്താൽ 1 മണിക്കൂർ പറക്കാൻ സംസ്ഥാന സർക്കാരിന് ചിലവാകുന്നത് 3,20,000 രൂപയാണ്. ഈ 3,20,000 രൂപ വച്ച് 4.5 മണിക്കൂർ പറന്നതിൻ്റെ കണക്ക് കൂട്ടിയാൽ തുക വരുന്നത് 14,40,000 രൂപയായിരിക്കും. അതല്ല, ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നൊരു വ്യക്തിഗത യാത്രയ്ക്കായി സ്വന്തം നിലയിൽ ചാർട്ടർ ചെയ്തിരുന്നെങ്കിൽ പോലും 18% GST ഉൾപ്പെടെ ചുരുങ്ങിയത് 10,60,000 രൂപ അദ്ദേഹത്തിന് സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുമായിരുന്നു. കേവലം 20 മിനിറ്റ് നേരം ആലുവയിലെ ആശുപത്രിയിൽ ചെലവഴിക്കാനും ഭാര്യാപിതാവിനെ സന്ദർശിക്കാനും വേണ്ടി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കത്തിച്ചു കളഞ്ഞത് 14 ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുള്ള പൊതുമുതലാണ് എന്ന് വേണമെങ്കിൽ കരുതാം എന്നുള്ളതാണ് ആരോപണമായി ഉയരുന്നത്. എന്നാൽ ഇതൊരു കടുത്ത രാഷ്ട്രീയ വഞ്ചനയായി മാറുന്നത് ഇതിലെ ഇരട്ടത്താപ്പ് കാണുമ്പോഴാണ്. പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയതും ദൂർത്താണെന്ന് വിമർശിച്ചതും ഇതേ കോൺഗ്രസ് പാർട്ടിയും വി ഡി സതീശനും തന്നെയായിരുന്നു. ഖജനാവ് കാലിയായിരിക്കുമ്പോൾ ഹെലികോപ്റ്റർ എന്തിനാണെന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ സ്വന്തം ആവശ്യത്തിന് പറക്കാൻ ഹെലികോപ്റ്റർ തന്നെ വേണമെന്നായിരിക്കുന്നു. ഖജനാവിലെ പണം എന്നത് സ്വന്തം പോക്കറ്റിലെ പണമല്ലെന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരം ധാർഷ്ട്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത്. വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീർ ഇറക്കിയ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇതിലും വലിയ തമാശ. മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനാണെന്നും അതിനുശേഷമാണ് ആശുപത്രിയിൽ പോയതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ എന്തായിരുന്നു ആ ഔദ്യോഗിക പരിപാടികൾ? എവിടെയായിരുന്നു യോഗം? ആരൊക്കെ പങ്കെടുത്തു? ഈ ചോദ്യങ്ങൾക്കൊന്നും ഷഫീറിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഉത്തരമില്ല. ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ഔദ്യോഗിക യോഗം പോലും ആരും അറിയാതെ പോയി എന്നത് അവിശ്വസനീയമായ ഒരു കെട്ടുകഥ മാത്രമാണ്. സത്യം മറച്ചു വയ്ക്കാൻ വേണ്ടി നെയ്തെടുത്ത ഒരു ദുർബലമായ പ്രതിരോധം. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ ഹെലികോപ്റ്റർ സംബന്ധമായി വിമർശനം ഉയരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം.
മുൻപ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൻ്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതിനേക്കാൾ വലിയൊരു വീഴ്ചയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിയമസഭയിൽ ആദർശം പ്രസംഗിക്കുകയും പുറത്ത് അതിന് നേർ വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഉഡായിപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. സ്വന്തം കുടുംബകാര്യങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചെലവാക്കുന്നത് അഴിമതി തന്നെയാണ്. ഇത് കേരളമാണ്. ഇവിടെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും.